സുഹൃത്തുക്കളെ മൈഗീമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഏത് അക്കാഡമിയിൽ പഠിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ആരാണ് കോച്ച് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ റെഡിയായി നിന്നോളൂ, നമ്മളെ FC കേരള റീലോഡായിട്ടുണ്ട്. അതായത് അണ്ടർ-17 വേൾഡ് കപ്പ് കളിച്ച ഇന്ത്യൻ ടീം അടക്കമുള്ള പല ഇന്ത്യൻ ടീമുകളുടെയും പരിശീലകനായിരുന്ന, ഇന്ന് കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള വിഖ്യാതരായ പല പരിശീലകരുടെയും ആശാനായിട്ടുള്ള, പല പ്രധാനപ്പെട്ട കളിക്കാരുടെയും കോച്ചായിട്ടുള്ള, കോച്ചുമാരുടെ സുൽത്താൻ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന കോച്ച് ഇൻസ്ട്രക്ടർ കൂടിയായിട്ടുള്ള ദ വൺ ആൻഡ് ഓൺലി നാരായണ മേനോൻ സാർ, ടെക്നിക്കൽ ഡയറക്ടറായിട്ടുള്ള FC കേരള അവരുടെ പുതിയ നീക്കങ്ങൾക്കുള്ള തുടക്കം കുറിക്കാൻ പോവാണ്. സോ അതിലേക്കുള്ള ട്രയലും അഡ്മിഷനും ഒക്കെ നടക്കാൻ പോവാണ്. അവരുടെ റെസിഡൻഷ്യൽ നോൺ റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളിലേക്കാണ് അവർ ഈ ട്രയലും അഡ്മിഷനും ഒക്കെ നടത്താൻ പോകുന്നത്. ഈ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, നിങ്ങളുടെ കളി അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ അവരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പങ്കെടുക്കാൻ പറ്റും. മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ കോച്ച് തന്നെയാണ്. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ഡയറക്ടർ ആയിട്ടുള്ള നാരായണ മേനോൻ സാറ് തന്നെയാണ് FC കേരളൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. മുന്നേ I-League സെക്കൻഡ് ഡിവിഷൻ അടക്കം കളിച്ചിട്ടുള്ള വളരെ പേരും പ്രശസ്തിയുള്ള ഒരു ടീമാണ് FC കേരള എന്ന് പറയുന്നത്. സോ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് മാറ്റി, റൂട്ടൊക്കെ മാറ്റി, വീണ്ടും ശക്തമായ രീതിയിൽ കേരള ഫുട്ബോളിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങി അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് FC കേരള. FC കേരളൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രയലാണ് നടക്കാൻ പോകുന്നത്. 2010 മുതൽ 2020 വരെ വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് പല ദിവസങ്ങളിലായിട്ട് തൃശ്ശൂർ വെച്ച് ട്രയൽ നടക്കാൻ പോവാണ്. ഒന്നാമതായി 22-ാം തീയതി തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വെച്ച് 2010 മുതൽ 20 വരെ വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് ട്രയൽ നടക്കാൻ പോവാണ്, വ്യത്യസ്ത കാറ്റഗറികളിലായിട്ട്. അത് കഴിഞ്ഞ് 23, 24 തീയതികളിൽ വ്യത്യസ്ത കാറ്റഗറികൾക്ക് കേരളവർമ്മ കോളേജിൽ വെച്ചിട്ടും ട്രയൽ നടക്കുന്നുണ്ട്. അതിനുശേഷം 25-ാം തീയതി കേരളവർമ്മ കോളേജിൽ തന്നെ ട്രയൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ 3 ദിവസങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാത്ത എല്ലാ കുട്ടികൾക്കും, താല്പര്യമുള്ള എല്ലാ കുട്ടികൾക്കും 25-ാം തീയതി കേരളവർമ്മ കോളേജിൽ പോയാൽ ട്രയലിൽ പങ്കെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ട്രയലിൻ്റെ ഡീറ്റെയിൽ പറയാനുള്ളത്. ഇനി 23, 24 തീയതികളിൽ ഏതൊക്കെ കാറ്റഗറികൾക്കാണ് ട്രയൽ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സോ ഈ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ട് കണ്ടറിഞ്ഞ് നിങ്ങൾ ട്രയലിന് പോവുക. ഇന്ന് കേരളത്തിൽ ഫുട്ബോൾ പരിശീലിക്കാനും ഏറ്റവും ഉയർന്നു പോകാനും ഏറ്റവും നല്ലത് പഠിക്കാനും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നാരായണ മേനോൻ സാറിൻ്റെ FC കേരള എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. സോ ഇത് ഇനി കേരളത്തിലെ പല ജില്ലകളിലായി വ്യാപിക്കാൻ പോവാണ്. സോ FC കേരള നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കളിച്ച് മുന്നോട്ട് പോകാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ട്രയൽ കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100% നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾക്ക് പരിചയമുള്ള നല്ല പ്ലേയേഴ്സിനെ നിങ്ങൾക്ക് ഈ ട്രയലിൽ പങ്കെടുപ്പിക്കാവുന്നതാണ്. തൃശ്ശൂർ പോകുന്ന ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കേണ്ട. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷേ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകുന്ന രീതിയിൽ ഫുട്ബോൾ കളിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. സോ ഈ വീഡിയോ കൂടുതൽ നീട്ടി പറയുന്നൊന്നുമില്ല, അറിയിക്കാനുള്ള ആളുകളെ അറിയിക്കുക. നിങ്ങൾ ഷെയർ ചെയ്യാനുള്ള കൂട്ടുകാർ, അതുപോലെ തന്നെ കുടുംബക്കാരൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരും ഒന്നിച്ച് ട്രയലിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയിക്കുകയാണ്. ഈ നമ്പറിൽ വിളിച്ച് ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് ട്രയലിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. പുതിയ വിശേഷങ്ങളുമായി, പുതിയ ട്രയൽ അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കാം.